4.5 പതിറ്റാണ്ടായി പോലീസിനെ കബളിപ്പിച്ച് കാണാമറയത്തുള്ള സുകുമാരക്കുറുപ്പ് ജീവിച്ചിരിക്കുകയാണെന്ന സംശയം. സുകുമാരക്കുറുപ്പുമായി രൂപസാദൃശ്യമുള്ള വ്യക്തിയെ ബ്രൂണയിൽ കണ്ടെത്തി. സൈബർ വിദഗ്ധൻ നടത്തിയ അന്വേഷണത്തിലാണ് നിർണായകമായ കണ്ടെത്തൽ. വ്യാജ മേൽവിലാസം നൽകിയാണ് ഇയാൾ ബ്രൂണയിൽ കഴിഞ്ഞിരുന്നത്. വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ കൂടുതൽ അന്വേഷണത്തിനായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ക്രൈംബ്രാഞ്ച് മേധാവി എച്ച് വെങ്കടേഷിനാണ് ആഭ്യന്തരമന്ത്രി നിർദ്ദേശം നൽകിയത്. അടിയന്തരമായി റിപ്പോർട്ട് സമർപ്പിക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. റോഷിപാൽ വിവരങ്ങളുമായി. റോഷിപാൽ, ഇപ്പോൾ അന്വേഷണ നിർദ്ദേശം നൽകിയിരിക്കുന്നു സംസ്ഥാന ആഭ്യന്തരമന്ത്രി എന്നുള്ളതാണ്. ഇപ്പോൾ ബ്രൂണയിൽ കണ്ടു എന്നുള്ള വിവരം വരികയാണ്. അപ്പോൾ എങ്ങനെയാണ് സംസ്ഥാന പോലീസിന്റെ അന്വേഷണം തുടങ്ങാനിരിക്കുന്നത്? സ്മൃതി, സുകുമാരക്കുറുപ്പിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട നിലവിൽ ക്രൈംബ്രാഞ്ച് IG അജിത ബീഗത്തിന്റെ നേതൃത്വത്തിൽ ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. അതിനിടയിൽ ഈ കേസ് അന്വേഷണം അവസാനിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് ക്രൈംബ്രാഞ്ച് എത്തുമ്പോഴാണ് ബ്രൂണയിൽ സുകുമാരക്കുറുപ്പിനുമായി രൂപസാദൃശ്യമുള്ള ഒരു വയോധികനെ കണ്ടെത്തുന്നത്. അത് സൈബർ വിദഗ്ധനാണ് ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തി ആ ചിത്രം പുറത്തുവിട്ടതും. ആ വ്യക്തി സുകുമാരക്കുറുപ്പുമായി നേരത്തെ രൂപസാദൃശ്യമുണ്ടെന്ന് AI ഉൾപ്പെടെയുള്ള ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയാണ് ഈ സൈബർ വിദഗ്ധൻ സ്ഥിരീകരിക്കുന്നത്. പക്ഷേ ഇത് ശാസ്ത്രീയ പരിശോധനയിലൂടെ മാത്രമേ നിയമത്തിനു മുന്നിൽ സ്ഥിരീകരിക്കാൻ കഴിയുള്ളൂ. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഒരു അന്വേഷണത്തിന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർദ്ദേശം നൽകിയത്. റിപ്പോർട്ടിലൂടെ പുറത്തുവന്ന വിശദാംശങ്ങൾ മുഴുവൻ പരിശോധിച്ച ഈ ബ്രൂണയിലെ വ്യക്തിയെ ചോദ്യം ചെയ്ത് ആ വിവരങ്ങൾ വ്യക്തത വരുത്തണം. അത് സംബന്ധിച്ച് അടിയന്തരമായി റിപ്പോർട്ട് സമർപ്പിക്കണം എന്നീ നിർദ്ദേശങ്ങളാണ് ക്രൈംബ്രാഞ്ച് മേധാവി എച്ച് വെങ്കടേഷിന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നൽകിയത്. കാരണം ഏതാണ്ട് 4 പതിറ്റാണ്ടിലേറെയായി സുകുമാരക്കുറുപ്പിനെ തേടി പോലീസ് ഉൾപ്പെടെയുള്ള നിരവധി അന്വേഷണ ഏജൻസികൾ പലയിടങ്ങളിലും തിരിഞ്ഞു. പല ഘട്ടങ്ങളിൽ സുകുമാരക്കുറുപ്പിനെ കണ്ടു എന്ന് പലരും പോലീസിന് വിവരം നൽകിയെങ്കിലും ആ ഘട്ടത്തിൽ പരിശോധിക്കുമ്പോൾ അത് അവ്യക്തതയുണ്ട് എന്ന രീതിയിൽ ആ അന്വേഷണം ഉപേക്ഷിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും വർഷമായിട്ടും കണ്ടെത്താൻ കഴിയാത്ത സുകുമാരക്കുറുപ്പ് മരിച്ചു എന്ന നിഗമനത്തിലേക്ക് എത്തി ആ കേസന്വേഷണം അവസാനിപ്പിക്കാനുള്ള ആലോചനയിലേക്ക് ക്രൈംബ്രാഞ്ച് കടക്കുന്നത്. ക്രൈംബ്രാഞ്ച് അന്വേഷണം അവസാനിപ്പിക്കുന്നു എന്ന ഘട്ടത്തിലാണ് ഈ വാർത്ത വന്നിരിക്കുന്നതെന്നും നമ്മുടെ മുന്നിലൊരു കാര്യമാണ്. ഇപ്പോൾ അന്വേഷണം ഉദ്യോഗസ്ഥരോട് ആഭ്യന്തരമന്ത്രി ആവശ്യപ്പെട്ട പ്രകാരം ഇനിയിപ്പോൾ ഇന്റർപോളിന് കത്ത് നൽകാനാണോ ക്രൈംബ്രാഞ്ചിന്റെ തീരുമാനം? സ്മൃതി, നടപടിക്രമങ്ങൾ പാലിച്ച് മുന്നോട്ട് പോകേണ്ടി വരും. കാരണം മറ്റൊരു രാജ്യത്താണ്, ബ്രൂണയിലാണുള്ളത്. അതുകൊണ്ട് പോലീസിന് അന്വേഷിക്കാൻ പരിമിതികളുണ്ട്. സ്വാഭാവികമായും കേന്ദ്ര ഏജൻസികളുടെ സഹായം വേണം. ഇന്റർപോളിന് മാത്രമാണ് അതിൽ ഇടപെടാൻ കഴിയുക. അവിടെയുള്ള ഇന്ത്യൻ എംബസി വഴി വിശദാംശങ്ങൾ ശേഖരിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. ഒന്ന്, കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം ആ വിവരം പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ അവരുടെ രീതിയിലുള്ള രഹസ്യാന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി പോലീസിന്റെ ഇടപെടലാണ്. അത് രേഖാമൂലം തന്നെ അത് കേന്ദ്ര സർക്കാരിനെ അറിയിക്കേണ്ടതുണ്ട്. ഈ കേസുമായുള്ള വിശദാംശങ്ങൾ നിലവിൽ ഇന്റർപോളിന്റെ റെഡ് കോർണർ നോട്ടീസ് ഉള്ളതുകൊണ്ട് വളരെ എളുപ്പത്തിൽ ഈ ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ്. കാരണം കഴിഞ്ഞ തവണത്തേതുപോലെയല്ല, ഈ തവണ ഈ വ്യക്തിയുടെ ചിത്രം വന്നു, ആ വ്യക്തി താമസിക്കുന്ന വീടിന്റെ ദൃശ്യങ്ങൾ വന്നു, നിരന്തരം പോകുന്ന ഹോട്ടലിന്റെ ദൃശ്യങ്ങൾ വന്നു, പല ലൊക്കേഷനുകൾ, ഈ വ്യക്തി കൂടുതൽ സമയം ചെലവഴിച്ച ലൊക്കേഷനുകൾ, അതിന്റെ ഗൂഗിൾ മാപ്പിലെ ലൊക്കേഷൻ ഉൾപ്പെടെ കണ്ടെത്തിയിട്ടുണ്ട് ഈ സൈബർ വിദഗ്ധൻ. അതുകൊണ്ട് പോലീസിന് എളുപ്പമാണ്, അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് വളരെ എളുപ്പത്തിൽ ഈ വ്യക്തിയെ കണ്ടെത്താൻ കഴിയുമെന്ന് തന്നെയാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് വൈകാതെ തന്നെ ആ കാര്യത്തിൽ അന്വേഷണം നടത്തി ഒരു വ്യക്തത വരുത്താനുള്ള നിർദ്ദേശമാണ് ആഭ്യന്തരമന്ത്രി നൽകിയിരിക്കുന്നത്. ശരി, എന്തായാലും വ്യത്യസ്തമായ ഒരു പേരിലാണ് അവിടെ അറിയപ്പെടുന്നതാണ് നമുക്കിപ്പോൾ അറിയാനാകുന്നത്. ബ്രൂണയിൽ ജോൺ മേനോൻ എന്ന പേരിൽ അറിയപ്പെടുന്നു എന്നാണ് പ്രചാരണമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഏതായാലും ഇന്റർപോളിന് കത്ത് നൽകാൻ പോകുന്നു ക്രൈംബ്രാഞ്ച് എന്നുള്ള സൂചനകൾ നമുക്ക് ലഭിക്കുകയാണ്. ഇന്റർപോളിന്റെ നോഡൽ ഓഫീസറായ ക്രൈംബ്രാഞ്ച് IG ഇന്റർപോളിന് കത്ത് നൽകുമെന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ആഭ്യന്തര വകുപ്പിൽ നിന്ന് അറിയാനാകും.